അപ്പോൾ ഈ കേരളത്തിൽ ഇന്നിപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തുകയാണ്. ഇപ്പോൾ കേരള സർക്കാരും വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നത് കേരളം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപകരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് കേരളം വരുന്നു. അതിൻ്റെ ഒരു നാഷണൽ റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ റാങ്കിങ്ങിൽ നമ്മൾ കേരളം ഇന്ത്യയിൽ മികച്ച സ്ഥാനമെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. അത് സത്യത്തിൽ അങ്ങനെയാണോ? കാരണം കേരളത്തിലെ വ്യവസായങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 60 വർഷക്കാലമായിട്ടുള്ള വ്യവസായങ്ങളുടെ ഒരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ ആ സമയത്തുണ്ടതിനേക്കാൾ വ്യവസായങ്ങളുടെ എണ്ണത്തിൻ്റെ കുറവാണോ? അങ്ങനെ കുറവാണെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? അതിൻ്റെ പിന്നെ ഈ സ്ഥാനം നമ്മൾ നേടുന്നതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുത്ത് നോക്കുക. നമ്മുടെ റാങ്കിങ് നോക്കുമ്പോൾ വളരെ മുകളിലാണ്. പക്ഷേ നമുക്കിവിടെ ഏതെങ്കിലും ഒരു സർവകലാശാലയിലെ മികച്ച നമുക്കെടുത്ത് കേരളത്തിന് പുറത്തേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു അധ്യാപകൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒന്ന് കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഇവിടുത്തെ പഠനശേഷി അല്ലെങ്കിൽ മികവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു സർവകലാശാല ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ സ്ഥാനം നോക്കുന്ന സമയത്ത് 16-ാമത്തെയോ 15-ാമത്തെയോ ഒക്കെ സ്ഥാനം യൂണിവേഴ്സിറ്റികളുടെ നാഷണൽ റാങ്കിങ്ങിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു സർവകലാശാലയുടെ നിലവാരം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ നമ്മുടെ ഒരു കുട്ടിയെ അങ്ങോട്ട് വിടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിടാൻ പറ്റുന്ന സർവകലാശാല ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതേ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പട്ടികയിലൂടെ അല്ല നമുക്ക് മനസ്സിലാവേണ്ടത്. ഇത് കേരളത്തിൻ്റെ അവസ്ഥയിലൂടെ. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂരിൽ ഗീബർ എന്ന് പറഞ്ഞൊരു വ്യാപാരിയുണ്ട്. വളരെ പഴയ വ്യാപാരിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ഉണ്ടായിരിക്കും, ഇല്ല എങ്കിൽ വരുത്തിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഏത് സാധനമാണെങ്കിൽ പോലും ഒരുവിധമുള്ള സ്റ്റേഷനറി മറ്റു കാര്യങ്ങളൊക്കെ, അതുപോലെ കൗതുകപൂർവമായ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞൊരു എൻ്റെ സുഹൃത്തൊരു അഭിഭാഷകനുണ്ട്, വക്കീലുണ്ട്, അഡ്വക്കേറ്റ് രവിശങ്കർ. അപ്പോൾ രവിശങ്കറിൻ്റെ അടുത്ത് ഒരിക്കൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയായിരുന്നു, ഈ സാധാരണക്കാരൻ്റെ കയ്യിൽ കാശ് വന്നാൽ മാത്രമേ എൻ്റെ പെട്ടിയിൽ കാശ് വീഴത്തുള്ളൂ. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ശാസ്ത്രമൊന്നും വലിയ പിടിയുള്ള സംഗതിയൊന്നുമല്ല, പക്ഷേ സമൂഹത്തിൻ്റെ സകല ചലനങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കടകൾ, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടാകുന്ന വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കുമ്പോൾ അറിയാം മനുഷ്യൻ്റെ ജീവിതത്തെ വാച്ച് ചെയ്തിട്ടാണ് അയാൾ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ റിച്ചായിട്ടുള്ള ആൾക്കാരൊന്നും എൻ്റെ കടയിലൊന്നും സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ എൻ്റെ പെട്ടി നിറയും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശില്ല. ഉദാഹരണത്തിന് നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകളെടുത്ത് നോക്കുക. അപ്പോൾ അവരൊക്കെ ജീവിതം തള്ളി നീക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരൊന്നും ഈ പറഞ്ഞതുപോലെ വിവാദങ്ങളുടെ പിന്നാലെ ഓടി സമയം അവർ ചെലവഴിക്കുന്നതിൻ്റെ പേരിലാണ്. അവരൊക്കെ ഓരോരുത്തരും അവർ ജീവിച്ചു പോകുന്നതിൻ്റെ പാട് നമുക്ക് നേരിട്ട്, എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറയുകയാണ്, നേരിട്ട് കുറേ അറിയാം ആൾക്കാരായിട്ട് ഞാൻ സംവദിക്കാറുള്ളതുകൊണ്ട് പറയുകയാണ്. അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനമുള്ളത്. അപ്പോൾ ഈ നല്ലൊരു ശതമാനം സ്ത്രീകളുടെ ഭർത്താക്കന്മാരും മദ്യത്തിന് അടിമകളാണ്. ഇപ്പോൾ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കണം. ഈ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികളെ നന്നായിട്ട് മികച്ച രീതിയിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുന്നു, അവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രം വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധനം അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതൊക്കെ അവർ ഉണ്ടാക്കുന്നതും ഈ കടമെടുത്തതും പല സ്ഥലങ്ങളിൽ നിന്നും ചെറിയ ചെറിയ വായ്പകളൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവർ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെ ജീവിതത്തെ നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വ്യാവസായിക വിപ്ലവം, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പറയുകയാണെങ്കിൽ കേരളത്തിലൊരു വ്യവസായ വിപ്ലവം നടന്നു കഴിഞ്ഞെന്നുള്ളതാണ്. അധികം നല്ല തമാശക്കാരനാണ്, നല്ലൊരു തമാശക്കാരനാണെന്ന് പറയാം. അദ്ദേഹം ചിരിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം. അതെ അതെ. അപ്പം ശ്രീ രാജീവ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ സാധാരണക്കാരൻ്റെ കയ്യിൽ ധനം അല്ലെങ്കിൽ അവന് ചെലവഴിക്കാൻ കാശ് വരേണ്ട സമയമാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ കാശില്ല. അപ്പം നമ്മളിവിടെ കാണുന്ന ഈറ്ററീസ്, റോഡ് സൈഡിലൊക്കെ കാണുന്ന IT പാർക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണുന്ന അവിടെയൊക്കെ നല്ല തിരക്കും ബഹളമൊക്കെയാണ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴാണ് അറിയുന്നത് ചായക്കടകളും ചെറിയ കടകളും ഒക്കെ പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അല്ല, നല്ല എക്സാമ്പിൾ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ലുലു മാള് തുടങ്ങിയിട്ടുണ്ട് അവിടെ. ലുലുവിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചിരുന്നത് ശരിയാണ്. ലുലുവിൻ്റെ പരിസരത്തിൽ മുഴുവൻ കടകൾ അടച്ചുപൂട്ടി. തീർച്ചയായിട്ടും ഒരു സമയത്ത് അവർ കൂട്ടായിട്ടാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കൊരു പെട്ടിക്കട നടത്താൻ വേണ്ടിയിട്ട് അനുവാദം തരാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടത്. ഒരു നിവൃത്തിയില്ല. അതുമാത്രമല്ല നമുക്കൊരു പോളിസി പോലും ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സമൂഹത്തിൻ്റെ ഗതി നോക്കിയിട്ടാണുള്ള ഒരു കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ റോഡ് സൈഡ് വെൻഡേഴ്സ് ധാരാളം കേരളത്തിലുണ്ട്. അവർ ഒളിച്ചും പാത്തും വന്നിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ഒരു ഘട്ടത്തിൽ ഇതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടങ്ങ് പോകും. പിന്നെ വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവർ വീണ്ടും വരും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് റോഡ് സൈഡിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ അങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കി
അവരുടെ നിശ്ചിതമായ വാടകയുമാക്കി വാങ്ങി നല്ലൊരു ഫെസിലിറ്റീസ് ഉണ്ടാക്കി വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം ഉണ്ടാക്കി ചെയ്തുകൂടാ? സത്യത്തിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കാവുന്നതാണ്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് കാശ് വരികയും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നമ്മൾ ഓരോരോ ചെറിയ പെട്ടിക്കടകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളും ഒക്കെ എടുത്ത് കണക്കിലെടുത്തിട്ടാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നാം സ്ഥാനത്തിലേക്കൊക്കെ വരുന്ന സംഗതി. മറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കിറ്റക്സ് സാബു, അതെ, അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് തെലങ്കാനയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതെ. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ അഴിമതി എന്ന് പറയുന്ന സംഗതി ഒരു ഫയൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ, നീ എത്ര വലിയ ഈസ് ഓഫ് ഡൂയിങ് തന്നെയാണെങ്കിൽ പോലും ഒരു ഫയൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ മുറുക്കാങ്കട ആയിക്കോട്ടെ, ഇനി ഇപ്പം ഈ ബ്രൂവറുടെ കാര്യം പറയുന്നുണ്ട്, ഇവിടെ പാലിൻ്റെ അമൃതിൻ്റെ കച്ചവടം തുടങ്ങാനുള്ള ഒരു കട തുടങ്ങുകയാണെങ്കിൽ പോലും കൈക്കൂലി കൊടുക്കാതെ ഒരു സംഗതിയും ഫയലുകൾ നീങ്ങത്തില്ല. ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴാണ് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന സ്ഥാപനം 5 വർഷമായിട്ട് അങ്ങനത്തെ ഒരു സംവിധാനമില്ല എന്നാണ് കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റാങ്കിലാണ് പി രാജീവ് പറഞ്ഞത്, അവരുടെ റാങ്കിങ്ങിൽ ഫസ്റ്റ് റാങ്കാണ് കേരളത്തിനെന്നാണ്. അപ്പോൾ സത്യത്തിൽ ഈ പി രാജീവിനെ ആരെങ്കിലും പറ്റിച്ചതാണോ അതോ അദ്ദേഹം നമ്മളെ പറ്റിക്കുന്നതാണോ എന്നുള്ളതാണ്. അത് രണ്ട് പ്രശ്നം. ഏതാനും പറ്റിക്കപ്പെടുന്നതാണെന്നുള്ളതിന് വ്യക്തമാണ്. അത് അദ്ദേഹം നമ്മളെ പറ്റിക്കുന്നതാണോ, ഇനിയിപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ട് അതായത് ഇതൊക്കെ ഒന്ന് താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കയറി പറഞ്ഞതാണോ എന്ന് അറിയില്ല. ഏതാണെങ്കിലും ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന സ്ഥാപനം ഇല്ല എന്നുള്ളത് കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പത്രമാധ്യമങ്ങളോട് ഡൽഹിയിൽ വെച്ചിട്ട് സംസാരിച്ചതാണ്. അങ്ങനെ സംസാരിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ ഇന്നലെ ഉദ്ഘാടന പരിപാടിക്ക് ഇന്നലെ വന്നത്. പിണറായി വിജയനോട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് വന്നത്. പിന്നെ എൻ്റെ മറ്റൊരു സംശയമുള്ളത്, കേരളത്തിലൊരു സമയത്ത് ധാരാളം വൻകിട സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് 1945 തുടങ്ങിയിട്ടാണ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ കൊച്ചി ഭാഗത്ത് വന്നത്. കൊച്ചി വ്യവസായ തലസ്ഥാനമായത് ആ സമയത്താണ്. FECT വന്നു, പിന്നെ പിൽക്കാലത്ത് DDT വന്നു, അവിടെ TCC വന്നു, പിന്നെ TCM വന്നു, ഒഗലെ ഗ്ലാസ് ഫാക്ടറി വന്നു, 100 കണക്കിന് സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ എറണാകുളത്ത് കളമശ്ശേരിയിലും അതുപോലെ തന്നെ അരൂരൊക്കെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. അങ്ങനെ 10,000 ആളുകൾക്ക് ഒരു സമയത്ത് തൊഴിൽ കിട്ടാവുന്ന നിരവധി സംവിധാനങ്ങൾ. അങ്ങനെയുള്ള സ്ഥാപനങ്ങളോടൊക്കെ ചേർന്ന് ഉദാഹരണത്തിന് ഇവിടെ FECTയിൽ അതിനോട് ചേർന്നിട്ട് ഫാക്ടറി സ്കൂൾ തുടങ്ങി. അതുപോലെ തന്നെ ഫാക്ടറി ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയിരുന്നു, കഥകളി ക്ലബ്ബ് തുടങ്ങിയിരുന്നു. അത്തരം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു സ്പോർട്സ് മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും നമുക്ക് അത്തരം സ്ഥാപനങ്ങൾ ഇല്ലാതെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ശരിക്കും എന്തുകൊണ്ടാണ് കേരളത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക? അത് വളരെ ഒറ്റ വാക്കിൻ്റെ ഉത്തരവല്ലേ ഉള്ളൂ. അത് നമ്മളുടെ ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമീപനം തന്നെയാണ്. അതിനകത്ത് അവർക്കും സംശയമില്ല, നമുക്കും സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി രാജീവാണെന്ന് തോന്നുന്നു പറയുന്നത്, കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു ഹർത്താൽ പോലും കേരളത്തിൽ ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല? രാജീവ് പറഞ്ഞിരുന്നു. അതെ, എന്തുകൊണ്ടുണ്ടായില്ലെന്ന് വെച്ചാൽ CPM ഭരണകക്ഷിയാണ്. പ്രതിപക്ഷത്താണെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ 1-2 ഉണ്ടാവും. അതെ അതെ അതെ. ഇപ്പോൾ ഈ കേരളത്തിലെ അതൊരു മെസ്സേജാണ്. ഇപ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു വ്യവസായം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ CPM അനിവാര്യമാണ്. ഇപ്പോൾ നാളെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ CPM സമരം ചെയ്യും, നമുക്ക് റോഡിലിറങ്ങാനും പറ്റത്തില്ല. വ്യവസായം വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ കൺവിൻസിങ് ആയിട്ടുള്ള ന്യായങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരൊരു തടസ്സവാദം ഉന്നയിച്ച് അവർ ഓടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ക്രിമിനലൈസേഷൻ രാഷ്ട്രീയ എല്ലാ പാർട്ടികളിലും ഉണ്ട്, പക്ഷെ അത് ഏറ്റവും കൂടുതൽ നടന്നത് ഈ CPM-നകത്താണ്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓരോ കുറ്റകൃത്യങ്ങളും, ഇപ്പോൾ വിശേഷിച്ചും ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത്, വിൽപ്പന, ഇതുമായിട്ടൊക്കെ അറസ്റ്റ് ചെയ്യുന്നവരുടെയും വിവാദത്തിലാവുന്നവരുടെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരികയും ജില്ലകളിലും പ്രാദേശിക തലത്തിലുമൊക്കെ അവർക്ക് ഒരു സ്വാധീനമുണ്ടായി അവരൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വേറൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം ചെറുപ്പക്കാർ വേണമല്ലോ. നമുക്ക് ഒരു സമൂഹത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ ചെറുപ്പം വളരെ ആവശ്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ചെറുപ്പത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുക, നല്ലൊരു ശതമാനം മയക്കുമരുന്നിനും അതേപോലെ മദ്യത്തിനും അടിമയായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ സാമൂഹികമായ ഒട്ടേറെ വിഷയങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ അതേപോലെ നമ്മളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം. അപ്പം നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു സൊല്യൂഷൻ നമുക്ക് മുമ്പോട്ട് വയ്ക്കാനില്ല. ഇത്രയും വ്യവസായങ്ങൾ വരുന്നുണ്ട്. ഈ വ്യവസായങ്ങൾ വരുന്ന സമയത്ത് ഈ വ്യവസായങ്ങൾ
സൃഷ്ടിക്കുന്ന മാലിന്യത്തെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? സ്വാഭാവികമായിട്ടും ജനങ്ങൾ എതിർക്കും. അതെ അതെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹിക വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഈ വ്യവസായത്തിൻ്റെ ഇതിലേക്ക് പോവുകയും പുത്തൻ കാലത്തിന് അനുസൃതമായ വ്യവസായങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് മാത്രമേ ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ ബോധ്യം വന്നത്. നമ്മൾ സെൻട്രൽ മീഡിയൻ ഉണ്ട് റോഡുകളിൽ. ഈ സെൻട്രൽ മീഡിയൻ സംവിധാനം ശരിക്കും കേരളത്തിൽ ആദ്യം ആരംഭിച്ചത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. 1967-68 സമയത്താണ് ആദ്യമായിട്ട് ഏലൂരാണ് സെൻട്രൽ മീഡിയൻ റോഡുകൾ വന്നത്, വൺ വേ റോഡുകൾ വന്നത്. ഞാൻ പറഞ്ഞത് വ്യവസായ രംഗത്തിൻ്റെ പുരോഗതിയുടെ ഉച്ചസ്ഥായിയായിരുന്ന കാലത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് അതിൽ. നിരവധി മാറ്റങ്ങൾ ആ സമയത്ത് അവിടേക്ക് ഉണ്ടായിരുന്നു. അത് ഈ ഏലൂര് പോലെ സ്ഥലം ചെറിയൊരു എന്താ പറയുക പട്ടിക്കാട് പോലെ കിടന്ന സ്ഥലമാണ്. അവിടെ പഴയ കാലത്ത് പുലി ഇറങ്ങിയിരുന്ന സ്ഥലമാണത്. പുലി ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. ആ സ്ഥലമാണ് വലിയൊരു ടൗൺഷിപ്പായിട്ട് രൂപാന്തരം പ്രാപിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു വ്യവസായത്തിന് കേരളത്തിൽ വല്ല സാധ്യതയുണ്ടോ? വ്യവസായത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്. പക്ഷേ അത് കാലത്തിനനുസൃതമായ വ്യവസായം ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ മെഗാ സംഗതികളിലേക്ക് പോകുന്നതിന് പകരം ഇഷ്ടംപോലെ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സന്നദ്ധരായിട്ടുള്ള ശേഷിയുള്ള കുട്ടികളുണ്ട്. നമ്മളുടെ മാനവ വിഭവശേഷി. ഉദാഹരണത്തിന് ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു. നമ്മളുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഒരു 2 വർഷത്തിനകം ഗണ്യമായി കുറയും. കാര്യം കോഡിങ്ങിന് പോലും ആൾക്കാർ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വന്നു. അപ്പം വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വിദേശത്തേക്ക് ഇപ്പം ആവശ്യമായി വരുന്നുള്ളൂ. പിന്നെ നഴ്സുമാർ ഡോക്ടർമാരുടെ പോലും ആവശ്യമില്ല. അപ്പം നഴ്സുമാരും അതേപോലെ തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഈ എൻജിനീയേഴ്സും അതേപോലെ മാനുവൽ ലേബേഴ്സ് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരും ഇതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു മെയിൻ സ്ട്രീമിന് വിദേശത്തേക്ക് സാധ്യത ഇല്ലാതെ വരും. വിശേഷിച്ച് അത് ഇവിടെ മാത്രമല്ല, വെസ്റ്റിൽ മാത്രമല്ല, ഒക്കെ വരും. ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി, ഏത് ടെക്നോളജിയും വളരെ മനോഹരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് സാർ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കേരളത്തിന് ഏതെല്ലാം രീതിയിൽ മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കണം ഈ പുതിയ വ്യവസായത്തിലേക്ക് പോകുന്നത്. അതെ, ഏതായാലും കേരളത്തിന് മാറ്റം വേണമെന്ന് കേരളത്തിലെ സർവ്വജനങ്ങൾ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം. വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറണം. അതിന് നേരത്തെ പങ്ക് സൂചിപ്പിച്ച പോലെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കൂടി അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ കണ്ട ആ ഒരു സമീപനം വളരെ നല്ലത്. അതിനെ നമ്മൾ ശ്ലാഘിക്കുക തന്നെ വേണം. വളരെ ശ്ലാഘിക്കണം, സംശയമൊന്നുമില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെ അത്തരം വിഷയങ്ങൾ എടുക്കണം. അത് കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.